ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസം കൂടിയാണ്. തിരുഹൃദയ മാസത്തിൽ ഈശോയുടെ പാടുപീടകളെ ഓർത്ത് നമ്മുടെ കുരിശുകളെ ഈശോയുടെ കുരിശുകളോട് ചേർത്ത് ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവിലേക്ക് നമ്മളെ എല്ലാവരെയും സുരക്ഷിതരായി മറച്ച് എപ്പോഴും എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ എന്ന് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് ഈ ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാം. മത്തായി അറിയിച്ച സുവിശേഷം 24 അധ്യായം 13 വാക്യം: അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. യുഗാന്ത്യത്തെയും അവസാനകാല വേദനകളെയും പീഡകളെയും ഒക്കെ കുറിച്ച് ഈശോ പറയുന്ന തിരുവചന ഭാഗമാണിത്. 2 വിലപ്പെട്ട അറിവുകളാണ് ഈശോ ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ, ഈ വാക്യത്തിലൂടെ നമുക്ക് തരുന്നത്. ഒന്ന്, സഹനം ഒരു പരീക്ഷണമാണ്. ഈശോ പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു ക്ഷണമാണ് സഹനം, സഹിച്ചുകൊണ്ടുള്ള ജീവിതം. അതിനിടയ്ക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കത് ഇട്ടിട്ട് പോകാൻ, അതിൽ നിന്ന് തെന്നി മാറുവാൻ, അത് ഉപേക്ഷിക്കാനുള്ള പ്രേരണയും പ്രലോഭനവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈശോ പറയുന്നു, സഹനങ്ങൾ തുടർച്ചയായിട്ട് വരും, അത് അവസാനം വരെ സഹിച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് സഹനം ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ്. ഇന്നലെ നമ്മൾ കണ്ടു, സഹനം ഒരു ശക്തിയാണ്, മൂലധനമാണ്, ക്രിസ്തുവിലേക്ക് വളരാനുള്ള വലിയ ബലം തരുന്ന കാര്യമാണ്. ഇന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, സഹനം ഒരു പരീക്ഷണമാണ്. നമുക്ക് ദൈവത്തെ ഉപേക്ഷിക്കാൻ, സഹോദരങ്ങളെ തള്ളിപ്പറയാൻ, നമ്മളെ തന്നെ വെറുക്കാനൊക്കെ പ്രേരണ തോന്നുന്ന ഒരു കാര്യം, ഒരു പരീക്ഷണമാണ്. അതിൽ വീഴാതിരിക്കുക, ആ സഹനത്തെ നല്ല അർത്ഥത്തിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സഹനമെന്ന പരീക്ഷണത്തിൽ വീണു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ സഹിച്ചു നിന്നാൽ അത് വൃഥാവിലാവില്ല, വെറുതെ ആവില്ല എന്ന ഉറപ്പാണ് ഈശോ ഈ വാക്യത്തിലൂടെ തരുന്നത്. ഈശോ പറയുന്നു, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ നിത്യരക്ഷയാണ്, നിത്യജീവനാണ്. ഈശോ പറയുന്നു, ആ നിത്യജീവനിലേക്കുള്ള, രക്ഷയിലേക്കുള്ള ഒരു വഴി കൂടിയാണ് സഹനം. അതുകൊണ്ട് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ദൈവം എന്നെ മറന്നതോ ഉപേക്ഷിച്ചതോ ശിക്ഷിച്ചതോ ഒന്നുമല്ല, മറിച്ച് എനിക്ക് നിത്യജീവനിലേക്കും നിത്യരക്ഷയിലേക്കുമുള്ള ഒരു വഴിയായി കാണിച്ചു തരുന്ന കാര്യമാണ് എന്ന ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാൻ സാധിച്ചാൽ നമുക്കത് കൂടുതൽ അർത്ഥവത്തായി സഹിക്കാനും സ്വീകരിക്കാനും പറ്റും. വലിയൊരു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു കുട്ടി, അത് പഠിക്കുന്ന കാലമെല്ലാം ആ കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ടിൻ്റെ സമയമാണ്. ടെൻഷനുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്, ഉറക്കമിളച്ചിരുന്ന് പഠിക്കേണ്ടതുണ്ട്, മറ്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്, പലതരം സഹനങ്ങളുണ്ട്. പക്ഷെ നന്നായി പഠിച്ച് പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് അവിടം കൊണ്ട് തീരുന്നല്ല, വലിയൊരു വിജയം ആ കുട്ടിയെ കാത്തിരിക്കുന്നു. ആ വലിയ വിജയം കിട്ടുമ്പോൾ ഈ സഹനത്തിനും കഷ്ടപ്പാടുകൾക്കുമെല്ലാം അർത്ഥമുണ്ടെന്ന് ആ കുട്ടി മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും സഹനങ്ങൾ പിന്നീട് വലിയ പ്രതിഫലത്തിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സഹനങ്ങളെ പുതിയ ഒരു ചിന്തയോടുകൂടി, സ്നേഹത്തോടുകൂടി, പരിഭവങ്ങളില്ലാതെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അനുഗ്രഹപൂർണമായ നല്ലൊരു ആദ്യവെള്ളി ആശംസിക്കുന്നു. ആമേൻ.